തൊഴിൽ വാർത്താ ഹരിശ്രീയിലെ 10ാം തല പ്രാഥമിക പരീക്ഷയ്ക്ക് വേണ്ടി കേരളവും അടിസ്ഥാന വിവരങ്ങളും എന്ന ഭാഗത്ത് നൽകിയ ചോദ്യങ്ങളുടെ തുടർഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ. വംശചരിത്രത്തിന്റെയും പ്രാദേശിക ചരിത്രത്തിന്റെയും കേരളത്തിൽ ഇന്ന് ലഭ്യമായ ഏറ്റവും പഴക്കമേറിയ കൃതി ഏത്? വംശചരിത്രത്തിന്റെയും പ്രാദേശിക ചരിത്രത്തിന്റെയും കേരളത്തിൽ ഇന്ന് ലഭ്യമായ ഏറ്റവും പഴക്കമേറിയ കൃതി മൂഷക വംശകാവ്യമാണ്. അവസാന മൂഷക രാജാവായ ശ്രീകണ്ഠന്റെ ഏത് കൊട്ടാരം കവിയാണ് മൂഷക വംശകാവ്യം രചിച്ചത്? അവസാന മൂഷക രാജാവായ ശ്രീകണ്ഠന്റെ ഏത് കൊട്ടാരം കവിയാണ് മൂഷക വംശകാവ്യം രചിച്ചത്? അതുലൻ. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട 15 അധ്യായങ്ങളുള്ള കേരളത്തിലെ അർദ്ധചരിത്ര ദിനവൃത്താന്തമേത്? സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട 15 അധ്യായങ്ങളുള്ള കേരളത്തിലെ അർദ്ധചരിത്ര ദിനവൃത്താന്തമേത്? മൂഷക വംശകാവ്യം. ആദിമ ചരിത്രകാലത്ത് ഇന്ത്യൻ മഹാസമുദ്ര വ്യാപാരത്തിന്റെ, പ്രത്യേകിച്ച് ഇൻഡോ റോമൻ പശ്ചിമേഷ്യൻ വ്യാപാരത്തിന്റെ ധാരാളം പുരാവസ്തുപരമായ തെളിവുകൾ നൽകിയ കേരള തീരത്തെ ആദ്യ കേന്ദ്രമേത്? ആദിമ ചരിത്രകാലത്ത് ഇന്ത്യൻ മഹാസമുദ്ര വ്യാപാരത്തിന്റെ, പ്രത്യേകിച്ച് ഇൻഡോ റോമൻ പശ്ചിമേഷ്യൻ വ്യാപാരത്തിന്റെ ധാരാളം പുരാവസ്തുപരമായ തെളിവുകൾ നൽകിയ കേരള തീരത്തെ ആദ്യ കേന്ദ്രം പട്ടണമാണ്. പ്രാചീന കേരളത്തിലെ തൃക്കണാമതിലകം ഏതു മതത്തിന്റെ സ്വാധീന പ്രദേശമായിരുന്നു? ജൈനമതത്തിന്റെ. തരിസാപ്പള്ളി ശാസനം ഏത് വർഷത്തിലായിരുന്നു? CE 849. ജൂത കച്ചവടക്കാരനായ ജോസഫ് റബ്ബാനെ പരാമർശിക്കുന്ന ജൂത താമ്രശാസനം ഏതു വർഷത്തിലേതാണ്? CE 1000. കമ്പോളത്തിൽ ലഭ്യമായിരുന്ന നിരവധി നെല്ലിനങ്ങളെ പറ്റി സൂചിപ്പിക്കുന്ന പ്രാചീന കൃതി ഏത്? കമ്പോളത്തിൽ ലഭ്യമായിരുന്ന നിരവധി നെല്ലിനങ്ങളെ പറ്റി സൂചിപ്പിക്കുന്ന പ്രാചീന കൃതി ഉണ്ണുനീലി സന്ദേശമാണ്. കേരവൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ മലബാർ തീരത്തെ വിവരിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ ചൈനീസ് ഗ്രന്ഥം ഏത്? കേരവൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ മലബാർ തീരത്തെ വിവരിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ ചൈനീസ് ഗ്രന്ഥം ദവോയി ഷില്യു ആണ്. കുതിര വ്യാപാരം വളരെ ലാഭകരമായിരുന്നു എന്ന് പരാമർശിക്കുന്ന പ്രാചീന കൃതി ഏത്? കുതിര വ്യാപാരം വളരെ ലാഭകരമായിരുന്നു എന്ന് പരാമർശിക്കുന്ന പ്രാചീന കൃതി ഉണ്ണിയച്ചി ചരിതമാണ്. കൊല്ലം, കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ തുറമുഖ നഗരങ്ങളെ പ്രതിപാദിപ്പിക്കുന്ന 15ാം നൂറ്റാണ്ടിലെ ചൈനീസ് ഗ്രന്ഥമായ യിങ് യായി ഷെങ്ലാൻ എഴുതിയതാര്? കൊല്ലം, കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ തുറമുഖ നഗരങ്ങളെ പ്രതിപാദിപ്പിക്കുന്ന 15ാം നൂറ്റാണ്ടിലെ ചൈനീസ് ഗ്രന്ഥമായ യിങ് യായി ഷെങ്ലാൻ എഴുതിയത് മാ ഹുവാനാണ്. കേരള തീരത്തെത്തുന്ന ജംഗസ്, സാവു, കകം എന്നിങ്ങനെ 3 തരം ചൈനീസ് കപ്പലുകളെ വിവരിക്കുന്ന വിദേശ സഞ്ചാരി ആര്? കേരള തീരത്തെത്തുന്ന ജംഗസ്, സാവു, കകം എന്നിങ്ങനെ 3 തരം ചൈനീസ് കപ്പലുകളെ വിവരിക്കുന്ന വിദേശ സഞ്ചാരി ഇബിൻ ബത്തൂത്തയാണ്. മധ്യകാല കേരള ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട തെളിവുകളിൽപ്പെടുന്ന ക്ഷേത്രങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും കൈമാറ്റം സംബന്ധിച്ച രേഖകളുടെ സമാഹാരം ഏത്? മധ്യകാല കേരള ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട തെളിവുകളിൽപ്പെടുന്ന ക്ഷേത്രങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും കൈമാറ്റം സംബന്ധിച്ച രേഖകളുടെ സമാഹാരം ഗ്രന്ഥവരിയാണ്. തിരുവിതാംകൂറിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗ്രന്ഥവരി ഏത്? മതിലകം ഗ്രന്ഥവരി. പെരുമ്പടപ്പ് ഗ്രന്ഥവരി ഏത് പ്രദേശത്തേതാണ്? കൊച്ചി. പുതുതായി കൃഷിക്ക് ഉപയുക്തമാക്കിയ പ്രദേശങ്ങളുടെ മേലോ പുതുതായി നട്ടുപിടിപ്പിച്ച മരങ്ങളിന്മേലോ ഉള്ള ഉടമസ്ഥാവകാശം ഏത്? പുതുതായി കൃഷിക്ക് ഉപയുക്തമാക്കിയ പ്രദേശങ്ങളുടെ മേലോ പുതുതായി നട്ടുപിടിപ്പിച്ച മരങ്ങളിന്മേലോ ഉള്ള ഉടമസ്ഥാവകാശം കുഴിക്കാണം. കേരളത്തിന്റെ ഇന്നലകൾ ആരുടെ കൃതിയാണ്? KN ഗണേഷ്. കേരളത്തിന്റെ ഇന്നലകൾ ആരുടെ കൃതിയാണ്? KN ഗണേഷ്. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഏത്? പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥമാണ്. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കിയ ജർമ്മൻ മിഷണറി ആര്? അർണോസ് പാതിരി. മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? ഹെർമൻ ഗുണ്ടർട്ട്. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കിയ ജർമ്മൻ മിഷണറി അർണോസ് പാതിരിയാണ്. മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. പഴശ്ശി സമരങ്ങൾ ആരുടെ കൃതിയാണ്? KKN കുറുപ്പ്. പഴശ്ശി സമരങ്ങൾ ആരുടെ കൃതിയാണ്? KKN കുറുപ്പ്. മധ്യകാല കേരളം സ്വരൂപനീതിയുടെ ചരിത്ര പാഠങ്ങൾ ആരുടെ കൃതിയാണ്? രാഘവ വാര്യർ.